എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോ എവിടെയാണ്? ഉമ്മയുടെ വീട്ടിലാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മള് വെക്കേഷനൊക്കെ ആയിട്ട് ഹയാസിന്റെ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ ഞാനും ഉമ്മിച്ചിയും പിള്ളേരും കൂടിയിട്ട് എവിടെ പോവാണ്? ലിറ്റിൽ പെപ്പയില് പോവാണ് കേട്ടോ. അപ്പൊ ഉമ്മിച്ചി ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫ്രഷായി റെഡി ആയിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹംന ആദ്യം ഇറങ്ങി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മിച്ചിയുടെ ജോലി കുറെ പേരായി ചോദിക്കുന്നത് എവിടെയാ ജോലി, മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മിച്ചി ജോലി ചെയ്യുന്നത് ആലുവയിലാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് അവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാല്ലേ, ഇൻഷാല്ലാ. അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടിട്ട് റെഡി ആയി കാണട്ടോ. ആദ്യം ടൂ വീലറിന് പോവാന്നൊക്കെ ഓർത്തു, പക്ഷെ നിങ്ങൾ എല്ലാവരും എവിടെയും മാനേജ് ചെയ്യാൻ പറ്റില്ല. മഴ വന്നാലും സീനാവും. ഞാൻ ലാസ്റ്റ് മിനിറ്റ് കണ്ണാടി വെക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ 3 മണിക്കാണ് ബസ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ വഴിയേ പറയാൻ. ഞങ്ങള് ബസ്സിൽ കയറാൻ പോവാണ്. ഹംന ആദ്യം റെഡി ആയിട്ട് ഇറങ്ങിക്കാണ്. ഹയാസിന്റെ മുടി വളർന്നിട്ട് ഹയാസിനെ കാണുന്നില്ല, ബാക്കിലേക്ക് ആക്കണം. മുടി ഒന്ന് സൈഡാക്കി. ആര്? ഹംനെ. ഹംന ചിരിക്കണ നോക്കി മറിയൂനെ കണ്ടിട്ട്. പോ പോ പോ, വാ വാ വാ. ഞാൻ ഇനി ബാഗ് എടുത്ത് 2 ബാഗ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഒരു കൊട വേണം. കുഴപ്പമില്ല. ഹയാസ്, അമൻ, ഹംന വേഗം നടക്കാക്ക് ഓടണം. ഓടിക്കും 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 ഓടിക്കും. हमना से എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ ബസ്സൊക്കെ ടൈമിന് മാത്രമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ ബസ്സുള്ള ഒരു ഏരിയ ഒന്നും അല്ല. അപ്പോൾ ടൈമിങ്ങിന് ചെന്നാൽ മാത്രമാണ് ബസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 3 മണിയുടെ ബസ്സിൽ കയറിയിട്ട് ആലുവ ബൈപ്പാസിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ലിറ്റിൽ പെപ്പയിലേക്ക് പോകുന്നത്. ഉമ്മിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ മുന്നേ ആലുവയിൽ വന്ന് പോകുന്നതേ ഉള്ളൂ കേട്ടോ ജോലി കഴിഞ്ഞിട്ട്. എനിക്ക് 2 പിള്ളേരെയും കൂട്ടിയിട്ട് ഒന്നാമത്തെ 2 വീലറിന് ഇത്രയും ദൂരം വരാനും പറ്റില്ല. അതുപോലെ തന്നെ ബസ്സിൽ ഇവർ 2 പേരെ മാനേജ് ചെയ്യൽ എനിക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഉമ്മിച്ച് ജോലി കഴിഞ്ഞ് വന്നിറങ്ങി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും കുട്ടിയും കൂടിയും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വ്യൂവേഴ്സ് വന്നേ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, ഉമ്മിച്ചിയുടെ ജോലി എവിടെയാണെന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ആദ്യമേ തന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ആലുവയിൽ ഒരു ഷോപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്തിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും കുട്ടിയും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൾക്ക് ഒരു മോനും കൂടിയുണ്ട്. അവനൊരു ആവശ്യമായിട്ട് അവളുടെ ഉമ്മിയുടെ കൂടെ പോയേക്കായിരുന്നു. ആൻഡ് എൻ്റെ ഈ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ട് പരിചയമായിട്ടുണ്ടാവും. പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയാം, ഇതെന്റെ കോളേജ് മേറ്റ് ആണ് കേട്ടോ. മിക്കവാറും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഇവൾ അതിലെല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. അത്രയ്ക്ക് ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അങ്ങനെ നമ്മൾ ഇതാ ലിറ്റിൽ പെപ്പയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഇൻഡോർ പ്ലേ സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ സോക്സ് മസ്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ 70 രൂപ കൊടുത്തിട്ടാണ് ഓരോ പേയേഴ്സ് നമ്മൾ സോക്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇനി വരാൻ ഉദ്ദേശിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചോളൂ കേട്ടോ. വീട്ടിൽ നിന്ന് സോക്സ് ആയിട്ട് വന്നാൽ മതി. അതുപോലെ ഇവിടെ എൻട്രി ഫീ ആയിട്ട് ചാർജ് ചെയ്തത് 450 രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക്. അത് നമുക്ക് 2.5 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ 450 രൂപയ്ക്ക് ഒരു കുട്ടി കയറുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു അഡൾട്ടിനും കൂടി കയറാട്ടോ. സ്ക്രീൻ ടൈം ഒട്ടുമേ ഇല്ലാതെ മക്കൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത്ര വലിയ സ്പേസിലല്ലാന്നുണ്ടെങ്കിലും ഉള്ളതെല്ലാം നല്ല പെർഫെക്റ്റ് സംഭവങ്ങളാണ് കേട്ടോ. ഞാനിതിൽ ഓരോന്നിലും കയറുമ്പോൾ എൻ്റെ കൂട്ടുകാരിനോടും ഉമ്മിച്ചിനോടും മാറി മാറി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, എൻ്റെ ചെറുതിൽ എനിക്ക് ഇതിലൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്തായാലും അതിനെ പറ്റിയൊരു സ്പേസ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം എന്നെ മറന്ന് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. അതെൻ്റെ ഈ ഒരു ചാട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലേ, ഈ ട്രാംപോളിനൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഒന്ന് കയറി കളിക്കാൻ ഞാൻ കുറേ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഹയാസ് ഓരോ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ ഇതിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടാണ് അവനെ കയറ്റാറുള്ളത്. അപ്പോൾ ഇവൻ ഈ കളിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊന്നും എൻട്രി ഇല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം, എല്ലാത്തിലും കയറാം. ഹൈറ്റോ വെയിറ്റോ ഒന്നും പ്രശ്നമല്ല കേട്ടോ. എന്തായാലും ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്നെ ഉമ്മിച്ചാണ് കേട്ടോ കളിയാക്കിക്കൊണ്ടിരുന്നത്, ഈ പിള്ളേർ കളിക്കുന്നതിലൊക്കെ നീ കയറി പിള്ളേർ കളി കളിക്കുകയാണോ എന്നും ചോദിച്ചിട്ട്. എനിക്ക് 2 പിള്ളേരായെങ്കിലും എൻ്റെ പിള്ളേർ കളിക്കൊന്നും വലിയ കുറവില്ലല്ലോ. പെൺകുട്ടികൾ 2 പേരും കൂടി ഇതേ ഇവിടെ അടുക്കള കയ്യേറിയിട്ടുണ്ട്. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനുള്ള തല്ലുപിടുത്തമാണ് കേട്ടോ. ഇതൊരാൾ കഴുകാം, അടുത്ത ആൾ കഴുകാം എന്നൊക്കെ ഉള്ള തല്ലുപിടുത്തമായിരിക്കും. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ കുറച്ച് നേരം കുറേ അധികം നേരം കളിച്ച് അവശതയായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ ഇരുന്നതാണ് കേട്ടോ. ഇവിടെ വലിയ കാര്യമായ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്സും അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പിള്ളേരും അത്യാവശ്യം ക്ഷീണിച്ച് വെള്ളം ചോദിക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മളും കഴിച്ചു. അങ്ങനെ പിന്നെയും കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ലിറ്റിൽ പെപ്പയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ KFC അതുപോലെ അൽത്താസ, പിസ്സ ഹട്ട് ഇതിന്റെയൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് കേട്ടോ. നന്നായി കളിച്ച് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും മക്കൾക്കും ഒരുപോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അൽത്താസന്ന് കുറച്ച് ഷവർമയൊക്കെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് പിസ്സ ഹട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് പിസ്സയും വാങ്ങിച്ചു. ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കിട്ടിയ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ പിള്ളേരാണെങ്കിൽ വിശന്നിട്ടുള്ള വാശി പിടുത്തം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഓൺ ടൈം ഫുഡ് കിട്ടണമല്ലോ. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ഫുഡ് ഇരിക്കുന്ന കാണുമ്പോൾ ഇല്ലാത്ത വിശപ്പ് കുറച്ചും കൂടി കൂടുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ദേ ഫുഡൊക്കെ പിടിച്ചിട്ട് പോവാണ്. ഹംന കാര്യമായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ഫുഡ്. അങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ആലുവ പാർക്കിലേക്കാണ്. ഇവിടെ വന്നാൽ നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാലോ. ഞാനും മക്കളും കൂടി നടന്നതേ പാർക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഉമ്മിച്ചിയും എൻ്റെ ഫ്രണ്ടും കൂടി ഇതേ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് ആ പച്ചപ്പരവതാനി വിരിച്ച പുല്ലിൽ നമ്മൾ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. എൻ്റെ നേരെ ആദ്യം തന്നെ നമ്മൾ പിസ്സയാണ് ഓപ്പൺ ചെയ്തത്. അതാദ്യം അകത്താക്കിയിട്ട് നെക്സ്റ്റ് സെക്ഷനിലാണ് നമ്മൾ ഷവർമ ഓപ്പൺ ആക്കിയത്. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ ആ പുല്ലിൽ തന്നെ കാല് നീട്ടി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. മക്കൾ ഇവിടെ ഒരു ബോളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഹംനെ ഹയാസും ആ ഒരു സോക്സ് ഉണ്ടല്ലോ അത് ഊരിയിട്ടില്ല കേട്ടോ. ഇവിടെ പാത്തു ഇരുന്ന് കഴിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബുട്ടാനാണ്. പിന്നെ പാത്തുവിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു വള ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് 2 എണ്ണം ഞാൻ ഊരി വാങ്ങിച്ചു. നൈസായിട്ട് അതൊന്ന് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നൂർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ അതുമായിട്ടാണ് തിരിച്ചു പോരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 6:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോരാന്നുള്ള ഒരു രീതിയിൽ ഇതായി ഇറങ്ങാണ് കേട്ടോ. റൂഹിനെ ഞാനും ഹംനാനതേ പാത്തുവാണ് കേട്ടോ കയ്യിൽ പിടിച്ചേക്കുന്നത്. അപ്പോഴേ അവൾ പറയുന്നുണ്ട് കൊച്ചു മാറി പോകരുത് വീട്ടിൽ പോകുമ്പോന്ന്. അങ്ങനെ പാത്തു പോകുന്നത് യൂബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും റൂഹിയും കൂടിയും യൂബർ ഓട്ടോയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വന്ന ബസ് ഉണ്ടല്ലോ അത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബസ് നോക്കി നിൽക്കായിരുന്നു. അങ്ങനെ അധികം താമസിയാതെ ബസ്സും കിട്ടി. ബസ്സിൽ കയറിയിട്ടുണ്ട്. 7:15 കൂടി നമുക്ക് വീട്ടിലെത്താവുന്ന ബസ്സാണ് കേട്ടോ ഇത്. കല്യാണത്തിന് മുൻപ് നമ്മുടെ സ്ഥിരം ആശ്രയമായിരുന്നു കേട്ടോ ബസ്സിലുള്ള യാത്ര. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പോവാതായിട്ട് ഇത് കുറച്ച് ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എന്തായാലും ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഹംന വന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഇങ്ങനെ ഫോൺ പിടിച്ചാണ് വേറെ ഒന്നുമല്ല കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ അത്ര ക്ലിയർ ആവില്ല. ട്യൂബ് ലൈറ്റിൻ്റെ അടിയിൽ നിന്നാകുമ്പോൾ അതാണ് ഇങ്ങനെ പിടിച്ചേണേ. വീട്ടിൽ വന്ന് സിറ്റൗട്ടിലെത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു. ആംബിയറില്ല പറയാനുള്ള, കഷ്ടപ്പെട്ട് ഇടയ്ക്കേറായി. ഭയങ്കര ചില്ലിങ് ആയിരുന്നു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.